ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ രാഹുൽ, ഇതെൻ്റെ അനിയൻ അക്ഷയ്. അപ്പോൾ ഞങ്ങളിന്ന് ഒരു സ്ഥലത്ത് പോവുകയാണ്. തൃപ്പരി വാട്ടർഫാൾസ് ആൻഡ് നെട്ട ഡാമും അതിൻ്റെ പരിസരങ്ങളും. അപ്പോൾ നമുക്ക് പോയാലോ? ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ താഴെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ആദ്യം പോകുന്നത് നെട്ടയം ഡാമിലേക്കാണ്. അതൊന്ന് ട്രിവാൻഡ്രത്ത് നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വെള്ളറ ജംഗ്ഷനാണ്. അതായത് കാട്ടാക്കട വഴി വരുമ്പോൾ ആണ് വെള്ളറ ജംഗ്ഷൻ ടച്ച് ചെയ്ത് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയാൽ മതിയാകും നെട്ടയം ഡാമിലേക്ക് പോകാൻ. ഡാമിലേക്ക് പോകാൻ 2 റൂട്ടുകളാണുള്ളത്. ഒന്ന് തമ്പാനൂരിൽ നിന്ന് നെയ്യാറ്റിൻകര വഴി കളിയേക്കാവള കയറി മാർത്താണ്ഡം പോയി അവിടെ നിന്ന് പോവാം. അല്ലാതെ കാട്ടാക്കട വന്ന് അവിടെ നിന്ന് വെള്ളറ കയറി അവിടെ നിന്നും പോവാം. മഴ സമയം ആയതുകൊണ്ട് തന്നെ റോഡിലധികം വണ്ടികളൊന്നുമില്ല. ഇപ്പോൾ ഒരു കാറ് പാസ് ചെയ്ത് പോയി, അത് മാത്രമാണ് ഞാനിപ്പോൾ കണ്ടത്. പിന്നെ റോഡും ഇച്ചിരി സ്ലിപ്പറിയാണ്. നമ്മുടെ ചിറ്റാർ സ്ഥിതി ചെയ്യുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ്. ആ കാണുന്നതാണ് ബോർഡർ. അവിടെ നിങ്ങൾക്ക് സൈൻ ബോർഡൊക്കെ കാണാം. നമ്മളിപ്പോൾ കേരളം ടു തമിഴ്നാട് പോവുകയാണ്. റോഡൊക്കെ കുണ്ടും കുഴിയായിട്ട് കിടക്കണമല്ലോ. ഇതൊരു ബ്രിഡ്ജാണ്. സ്ത്രീ അവിടെ നിന്ന് ഓടുന്നൊക്കെ ഉണ്ട്. വെള്ളം അടിതെറിപ്പിച്ച് കളഞ്ഞാലോ എന്ന് ആലോചിച്ചായിരിക്കും ഓടുന്നത്. ഇതാ ഓടുന്നുണ്ട്. ബോർഡർ ആയതുകൊണ്ടാവും അവിടെ ബ്രിഡ്ജ് അങ്ങനെ ഇട്ടേക്കുന്നത് കുണ്ടും കുഴിയായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ചിറ്റാർ. റോഡ് ഇച്ചിരി ചെറുതായതുകൊണ്ട് സൈഡൊക്കെ ഇച്ചിരി സേഫ്റ്റിക്ക് വേണ്ടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങാനുള്ള സ്പോട്സ് ഒന്നും കാണുന്നില്ല. നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഒന്ന് ഇറങ്ങി നോക്കാം. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായി ചെറിയ ചെറിയ വീടുകളുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു റിസോർട്ട് കാണാനായി കഴിയും. ഈ കാണുന്നതാണ് റിസോർട്ട്, അനന്യ റിസോർട്ട്സ്. അപ്പോൾ നല്ല ഫുഡും ഗെയിംസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പാറ കാണുന്നുണ്ടല്ലോ, ആ പാറ നടന്ന് വേണം പുഴയിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ അത് നടക്കുവാണ്. പാറയിലിറങ്ങി നല്ല രസമുണ്ട് ഈ വെള്ളം കാണാൻ. മലയും കാണുന്നതാണ് ചിറ്റാർ ഡാം. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, നല്ല കോൾഡ് ക്ലൈമറ്റ്. ഇപ്പോൾ ആടുകളൊന്നുമില്ലെന്ന് തോന്നുന്നു, കാരണം മഴക്കാലമല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. കാണുന്ന മലയിലാണ് തെക്കൻ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരു ഏപ്രിൽ മാസക്കാലമാണ് ആൾക്കാരെത്തുന്നത്. തൊട്ടടുത്ത് തന്നെ കാളിമല എന്ന് പറയുന്ന അമ്പലമുണ്ട്. ഒരു കാളി ദേവിയുടെ ഒരു അമ്പലമാണ്. തൊട്ടടുത്താണ്. ഏകദേശം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ 2 റൂട്ടാണ്. അതായത് മലയുടെ ഇപ്പുറത്ത് നിന്ന് പോയ കുരിശുമല, അപ്പുറത്ത് നിന്ന് പോയ കാളിമല. അങ്ങനെയാണ് അവിടെ വഴി ഒരുക്കിയിരിക്കുന്നത്. അവന്തോ ഇരിപ്പുണ്ട് പാറയുടെ മുകളിൽ. യോഗ കാണിക്കുന്നുണ്ട്. അവിടെ 2 ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട്, കാണാമോ? മീൻ പിടിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഇതിലോട്ടങ്ങ് ഇറങ്ങി നോക്കിയാലോ. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. നല്ല തണുപ്പാണ് വെള്ളത്തിന്. നല്ല കാറ്റും തണുപ്പും കൂടെ ആയപ്പോൾ എന്നാൽ നമുക്ക് അപ്പുറത്ത് കര വരെ ഒന്ന് പോയാലോ. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ.
ഇതോ അപ്പുറത്തെ കരയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡ് വഴി നടന്നാൽ മതി. ഇതോ അവൻ വെറുതെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കടേ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ചിറ്റാറ്. ഇപ്പോൾ പുഴയും മലകളൊക്കെ ഉള്ള ഒരു പ്രകൃതി ഭംഗിയാർന്ന സ്ഥലമാണ്. അപ്പോൾ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ്. വണ്ടി പോകുന്നുണ്ട്. ഇത് പഴയ TVS വണ്ടിയാണ്, പഴയ കാലത്ത്. ഒരു M80 ഇരിപ്പുണ്ട്. കണ്ടിട്ടൊരു 10-20 വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഇരിപ്പുണ്ട് സാധനം. അപ്പോൾ അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്പോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്പോട്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ കുറേ കള്ളിമുൾ ചെടികളൊക്കെ നിൽപ്പുണ്ട്. ഇതാ നിൽപ്പുണ്ട്, അവിടെ നിൽപ്പുണ്ട്. നമുക്കെന്നാ പുഴയിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഇച്ചിരി പുല്ലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അതായത് വെള്ളം കുറച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ കാരണം കുറച്ച് കയറി വരുന്നൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അവിടെ ഒരു വീടുണ്ട്. നല്ല ശാന്തമായൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അധികം ഒച്ചപ്പാടോ ഒന്നുമില്ല. തികച്ചും ശാന്തമായൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പുല്ലൊക്കെ പിടിച്ചടപ്പുണ്ട്. അവിടെയാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോവാം. നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം. ചെറുതാണെങ്കിലും നല്ല രസമുള്ള വീടുകളാണ്, നല്ല ഭംഗിയുള്ള വീടുകളാണ്. ഇപ്പോൾ ഇച്ചിരി പുഴയുടെ സൈഡ്, ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് ഇച്ചിരി വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു അനുഭൂതി തന്നെ വേറെയാണ്. ഇപ്പോൾ കാണുന്നതൊക്കെ മലയും കുന്നും പുഴയും ഒക്കെ ഒരു ഡിഫറെൻ്റ് ലെവലാണ്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഡാമിലേക്ക് ഇങ്ങനെ ചലിച്ചാലോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഡാം. ഡാമിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ ഡാമിലേക്ക് പോകുന്ന റോഡ്. അത്യാവശ്യം ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിയൊക്കെ പോകും. ചെറിയ റോഡാണെങ്കിലും വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഡാം പോയി കണ്ട് മടങ്ങി വരുന്നവരാണ്. അപ്പോൾ ഈ രണ്ട് സൈഡ് കാണുന്നതെന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റാണ്. ഇവിടെ കുറച്ച് എസ്റ്റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഡാമിലേക്ക് എത്താറായി. അങ്ങനെ നമ്മൾ ഡാം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. എന്തോ തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഇരിപ്പുണ്ട്. ഡാം കാണാൻ വന്നവരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ സൈഡിലൊരു വഴിയുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഡാമിനുള്ളിലേക്ക് കയറാം. ഗേറ്റ് കടന്ന് നമ്മൾ ഡാമിനുള്ളിൽ എത്തിയിരിക്കുകയാണ്. ഒരു വോളിബോൾ കോർട്ടൊക്കെ കാണാം. ഇവിടുത്തെ ആൾക്കാർ കളിക്കുന്നതാണെന്ന് തോന്നുന്നു. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതായത് വെള്ളമൊന്നും ഡാമിൻ്റെ ആ പരിസരത്തൊന്നും എത്തിയിട്ടില്ല. മഴക്കാലമാണെങ്കിലും ജലദൗർലഭ്യം കാരണം വെള്ളം എത്തിയിട്ടില്ല. ആ കാണുന്ന ഡാമിന് ഷട്ടറുകൾ 5 ഷട്ടറാണ് ഈ ഡാമിനുള്ളത്. അപ്പോൾ ഇച്ചിരി വെള്ളം എന്ന് പറയുമ്പോൾ അതുവഴിയാണ് ചാനൽ വഴി വെള്ളം കൃഷി സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ 2 ആട്ടിൻകുട്ടികൾ ഇരിപ്പുണ്ട്. ജമ്പൻ തുമ്പാൻ രണ്ടും കേട്ടു. 2 മുടി കേട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ചധികം മാട്ടും എന്തോ ഒരാടിനോടെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അടിക്കാതെ നോക്കടേ. കുഴപ്പമില്ല.
ടീംസാണ്. അപ്പോൾ നമ്മുടെ ചെമ്പനും തുമ്പനും അങ്ങനെ ഏകാന്തതയിലേക്ക് നോക്കി നിൽക്കുവാണ്. അതായത് പച്ചപ്പുല്ലും നോക്കിയൊക്കെ ഇരിക്കുവാണ്. അതോ നടന്നു പോകുന്നു. ആടിക്കാൻ പറ്റുന്നു. ഇല്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഡാഗിനി ആടി. വലിയ കുഴപ്പമൊന്നുമില്ല, മര്യാദയൊക്കെ ഉണ്ട്. ആടി കുഴപ്പമൊന്നുമില്ല. നമ്മൾ തുമ്പനെത്തിയിരിക്കുന്നതാണ്. ഏകാന്തമായ അന്വേഷണം തോന്നുന്നു. കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഇവിടെ ഷട്ടറിലൂടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ 5 ഷട്ടറുകൾ. ഇതാണ് ചിറ്റാർ ഡാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ അവിടെ കുറച്ച് വെള്ളം കിടക്കുന്ന കാണാം. അപ്പോൾ നല്ല താഴ്ചയുണ്ട് ഡാമിന്. ഇതുവഴിയാണ് വെള്ളം സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അവിടെ ലാഗിൽ നിൽപ്പുണ്ട്, അവനും നിൽപ്പുണ്ട്. മനുഷ്യനൊന്നും ഇല്ല. അതാണ് ഞാൻ ഡാമിന് ഒരു 360 ഡിഗ്രിയിൽ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്ന്. ഇതാണ് ആ വ്യൂ. അവിടെ തെക്കൻ കുരിശുമല, കാളിമല, അതൊക്കെ ആ മലയിലാണ്. തീർച്ചയായും നല്ലൊരു സ്ഥലം തന്നെയാണ്. അതായത് നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇച്ചിരി ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇടയ്ക്ക് ഇവിടെ റൈഡേഴ്സൊക്കെ വരുമ്പോൾ ചേട്ടന്മാർ പറഞ്ഞായിരുന്നു എന്തോ കാട്ടിങ് പറ്റങ്ങൾ കൊണ്ട്. അപ്പോൾ നമ്മൾ ജമ്മനും തുമ്മനി യാത്ര പറയാൻ സമയമായി. അപ്പോൾ ടാറ്റാ. അപ്പോൾ ചിറ്റാ ഡാമിലെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അടുത്ത റിപ്പോർട്ട്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി, അതായത് നോട്ടിഫിക്കേഷന് വേണ്ടി താഴെ കാണുന്ന ബെല്ലൈക്കൺ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് തൃപ്പരപ്പിലോട്ടാണ്. തൃപ്പരപ്പ് വാട്ടർഫാൾ.